ഹലോ ഗൈസ്, ഇന്ന് നമ്മളെ കോളേജിലത്തെ ഫുട്ബോൾ ടൂർണമെന്റിന്റെ വാശിയേറിയ ഫൈനൽ ആട്ടം. സെമി ഫൈനലിന്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വണ്ടി ചെന്നിട്ട് കണ്ടോളിട്ട. മുസ്തഫയും ഉമേറും അൽത്താഫൊക്കെ ബൂട്ടും കെട്ടിയിട്ട് ഇറങ്ങല് തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ അടുക്ക് ടീം തോൽക്കുവച്ചിട്ട് നമ്മൾ തങ്ങളും അല്ലേ മുങ്ങാട്ട. ദാ പോണ് ഓല് രണ്ടും. ദ മെയിൻ പ്ലെയർ ഗ്രൗണ്ടിലേക്ക് കടന്നു തരണാട്ടാ. നിങ്ങളിപ്പോ കാണുന്നത് ഗ്രൗണ്ടിൽ ലൈനൊക്കെ വരച്ചിട്ട് സെറ്റപ്പ് ആക്കിട്ടാ. ടീമൊക്കെ നിന്ന് ഫോട്ടോ എടുത്ത് ഓലെ പ്ലാനിങ് ഒക്കെ കഴിഞ്ഞിട്ട് കളി തുടങ്ങാറായിക്കിട്ട. ഇന്നത്തെ കളിയുടെ ലെഫ്രി ഷെയ്ഖുന നോം തന്നെയാണ് ട്ടാ. അതിന്റെ അടുക്ക് പെരും മഴ ചെയ്തിട്ട് നമ്മളും ഒക്കെ ആകെ നഞ്ഞിട്ടാ. ഫൈനൽ ആയതുകൊണ്ട് തന്നെ കളി നല്ല വാറാട്ട. കളി തുടങ്ങിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ചെക്കൻ ഒരു ഗോളാണ് കേറ്റിട്ട. അങ്ങനെ കളി ഇപ്പോ 1-0 ആയിക്കിട്ട. ഗോൾ അടിക്കാൻ വേണ്ടി മറ്റൊരു നല്ല പണിയിരിക്കുന്നുണ്ട്. ഗ്രൗണ്ടിൽ മൊത്തം ചളിയാകൊണ്ട് തന്നെ നമ്മളും എല്ലാം പാന്റ് ഒന്നാണ്ട് മടക്കി വെച്ചിട്ടാ. കുറച്ച് കഴിഞ്ഞപ്പോ മറ്റൊരു ഗോള് തിരിച്ചടിച്ചിട്ടാ. അപ്രതീക്ഷിതമായിട്ടുള്ള ഗോളായതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ കിട്ടിയില്ലട്ടാ. അങ്ങനെ കളി 1-1 ആയിക്കിട്ട. ഇവരാണ്ട്ടാ ആ ഗോൾ അടിച്ച് അതിന്റെ അടുക്ക് ഉന്തും തള്ളലൊക്കെ നടക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ലഹീറിന് ഒരു ചാൻസ് ഇട്ടിട്ടാ. പക്ഷെങ്കില് അത് നമ്മുടെ തടുത്തുകിട്ടാ. അങ്ങനെ കളി ഹാഫ് ടൈം ആയിക്കിട്ട. മുസ്തഫ എന്തൊക്കെ പ്ലാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ടാ. എന്താവോ എന്തോ. മറുവശത്ത് അൽത്താഫിന്റെ പ്ലാനിങ്. അങ്ങനെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയിക്കിട്ട. റഫറിന്റെ പരിപാടി കൃത്യമായനെ നടക്കുന്നുണ്ട. അത് കഴിഞ്ഞ് നമ്മുടെ മാജി ഒരു അടിച്ചാപ്പൊളി കിക്ക് എടുത്തിട്ട. ഭാഗ്യമില്ലാന്ന് തന്നെ പറയാ. അത് പോസ്റ്റുമ്പം തട്ടിയിട്ട് പുറത്തു പോയിട്ട. അത് കഴിഞ്ഞ് നമ്മുടെ ലഹീർ സലാന്റെ നട കീറിയിട്ട് അടിച്ചാപ്പൊളി ഗോളാണ്ട് തുളച്ചിട്ട. അങ്ങനെ ചെക്കന്മാരൊരു ഗോളിന് ലീഡ് ആയിക്കിട്ട. ഗോളാണ്ട് കിട്ടിയപ്പോ അത് തിരിച്ചടിച്ചാൻ വേണ്ടിയിട്ട് മുസ്തഫ നല്ല മെനക്കെട്ടുണ്ടാ. ലൈൻ ലെഫറിന്റെ അടുത്ത് നിന്നിട്ട് കുത്തിത്തിരിപ്പ് ഉണ്ടാക്കലാട്ടാ ഇവന്റെ മെയിൻ പണി. അൽത്താഫൊക്കെ നല്ല മണ്ടിപ്പാഞ്ഞിട്ട് കളിക്കുന്നുണ്ടാ. റഫറിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, നമ്മളിവിടൊക്കെ തന്നെ ഉണ്ടിട്ടാ. എത്ര കിടഞ്ഞ് കളിച്ചിട്ടും ഇവർക്ക് ഗോള് തിരിച്ചടിക്കാൻ പറ്റുന്നില്ലട്ടാ. അങ്ങനെ നമ്മുടെ ബാദു കളിക്കളത്തിൽ എത്തിക്കിട്ടാ. അത് കഴിഞ്ഞിട്ട് ലഹീറിന്റെ ഒരു അടിപൊളി ഷോട്ട്. അത് ബാർമ തട്ടിയോണ്ട് ഓല് കേച്ചിലായിക്കിട്ടാ. അതിന്റെ അടുക്ക് മാജിനെ പിടിച്ചതിന് ഉമേറിന് നമ്മളൊരു മഞ്ഞക്കാട് കൊടുത്തിക്കിട്ടാ. അത് കഴിഞ്ഞ് ഉമേറിന്റെ വക ബഹിരാകാശത്തേക്ക് ഒരു അതാണ്ട് എത്തിയോ. അതിന്റെ ഒപ്പം തന്നെ ഉമേറിന്റെ മിസൈലിന് കമ്പനി ആയിട്ട് മുസ്തഫാന്റെ വക ഇവൻ ലൈൻലെഫ്രല്ലേ. അത് കഴിഞ്ഞ് മാജിന്റെ പാസും ഓന്റെ ആ ഹെഡും ഒരു ഇഞ്ച് വ്യത്യാസത്തിലാട്ടാ അത് പുറത്തുപോയത്. അതിന്റെ അടുക്ക് മുസ്തഫ കൊടുത്ത പാസും അസ്പൂന് കിട്ടിയ ചാൻസും ഇന്റെട്ടാ വല്ലാത്തൊരു ചാൻസ് ചെയ്യുന്നിട്ടായി. അതിന്റെ അടുക്ക് ലഹീറിനൊരു മഞ്ഞക്കാട് നമ്മള് കൊടുത്തിട്ടാ. സഹദിന് കിട്ടിയ ചാൻസ് വല്ലാത്ത ചാൻസ് കൊണ്ട് ആകെ ഏറും കളി നിട്ടാ. പക്ഷെ ഗോൾ അടിക്കാനാണ്ട് പറ്റുന്നില്ലട്ടാ. അത് കഴിഞ്ഞ് നമ്മുടെ സ്ഥലം കൊടുത്തിട്ടുള്ള ആ പാസിന് കിട്ടിയ ചാൻസ് അത് നമ്മുടെ ജാസി ഒറ്റക്ക് തടുത്തിട്ട് കളിയിലെ താരായിട്ട് മാറിയിട്ടാ. അങ്ങനെ നമ്മളെ കളി കണ്ട് അവസാനിച്ചിട്ടാ. കളി കഴിഞ്ഞപ്പോ നമ്മുടെ ചെക്കന്മാര് 2-1 ജയിച്ചിട്ടാ. കളിയിലെ താരം നമ്മുടെ ചെക്കൻ ജാസിനെയാണ്ടാ. ആ സേവ് വല്ലാത്ത ഏതാ ആക്ടിങ്. കളി കഴിഞ്ഞ് ഓല കളിയാക്കിയപ്പോ ഞമ്മക്കൊരു സുഖം. താ പോണ് തോറ്റ ടീമിന്റെ മെയിൻ പ്ലെയർ ക്യാപ്റ്റൻ ഉമേർ പിന്നെ തിരിഞ്ഞോക്കാതെ മണ്ടാട്ടാ. അങ്ങനെ കളിയൊക്കെ കഴിഞ്ഞ് നമ്മള് നേരെ കോളേജിക്ക് വിട്ടിട്ടാ. ഇനി നമ്മളെ സമ്മാനം കൊടുക്കുന്ന ടൈമാട്ടാ. അതിനും വേണ്ടി ഉസ്താദ്മാരൊക്കെ ഇവിടെ എത്തിക്കിട്ടാ. ഏതാ ട്രോഫി ഏതാ മെഡലിലെ. അങ്ങനെ നമ്മുടെ ജയ്സാപ്പി ഒരു ഇൻട്രോ കൊടുത്തിട്ട് നമ്മുടെ റബി ഉസ്താദ് സെക്കൻഡിലുള്ള മെഡൽ കൊടുക്കല് തുടങ്ങിയിട്ടാ. കളിക്കിറങ്ങാത്ത മഞ്ജുനടക്കം മെഡൽ ഇട്ടിട്ടാ. അത് കഴിഞ്ഞ് ചാമ്പ്യൻസിനുള്ള മെഡല് നമ്മളെ ജുനൈദ് ഉസ്താദ് ഇട്ടുകൊടുക്കല് തുടങ്ങിയിട്ടാ. കളിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ അബൂനും കിട്ടിയിട്ടാ മെഡല്. അത് കഴിഞ്ഞ് വിന്നേഴ്സിനുള്ള ട്രോഫി എടുക്കാൻ വേണ്ടിട്ട് നമ്മുടെ സലാം ഉസ്താദ് ഇവിടെ എത്തിയിട്ടാ. അങ്ങനെ ചെക്കന്മാര് ട്രോഫി കണ്ട് ഏറ്റുവാങ്ങിയിട്ടാ. ഏതോ എന്റെ ചിരി. അങ്ങനെ കപ്പും കിട്ടി. ഐലസ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലിട്ടാ. അപ്പോ ബൈ.